ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ശബാത്ത് ദിവസമാണ്. ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയൊരു വീഡിയോ ആണ്, ഫുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം. അമ്മച്ചി നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ സാധാരണ ഇവിടെ വന്ന് ഇന്ന് നോക്കാറൊന്നുമില്ല കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ബാൽക്കണിയിലൊക്കെ വന്ന് നിന്നത്. അവിടുത്തെ വ്യൂവും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊരു ഫ്ലാറ്റാണ്. എൻ്റെ പ്രീവിയസ് ജോബാണെങ്കിൽ ഒരു ഹൗസായിരുന്നു. അവിടെ മുറ്റം നിറച്ച് ഓറഞ്ചും പിന്നെ നാരകമൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. കുറച്ച് സമയം അവിടെ അങ്ങനെ നിന്നു. സമയം പോയൊന്നും അറിഞ്ഞില്ല. എനിക്ക് അതിരാവിലെ തന്നെ കോഫി കുടിക്കുന്ന ശീലമൊന്നും ഇല്ലാത്ത, പക്ഷേ ഈ ജോബിന് വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്മച്ചിയുടെ ആ ഒരു രീതിയായിട്ട് ഞാനും അങ്ങ് ആയി പോയതാട്ടോ. നേരത്തെ ആണെങ്കിൽ നേരത്തെയുള്ള ജോബ് 8:30 അമ്മച്ചി എഴുന്നേൽപ്പിച്ചാൽ മതി. എല്ലാം കഴിഞ്ഞിട്ട് 11 മണിയൊക്കെ ആവും ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ 4 മണിക്ക് തന്നെ ഈ അമ്മച്ചി എഴുന്നേൽക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് തോറയൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മച്ചി ചായയൊക്കെ കുടിക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, നീയും പോയി ചായയൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടും. അന്നേരം പിന്നെ എനിക്ക് ആ ഒരു ടൈം എന്നെ അതിന് വേണ്ടി പറഞ്ഞു വിടുമല്ലോ. അപ്പോൾ ഞാനും അങ്ങ് അതിരാവിലെ തന്നെ ഇങ്ങനെ മനസ്സില്ലാ മനസ്സവിടെ കോഫിയൊക്കെ കുടിക്കുവാണ്. ഇപ്പം അതൊരു ശീലമായി. പക്ഷെ എനിക്കതങ്ങനെ ഇഷ്ടമല്ല. നേരത്തെ ഇങ്ങനെ കോഫി കുടിക്കുന്നതും കഴിക്കുന്നതും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ പിന്നീട് എന്തെങ്കിലുമൊക്കെ പുറത്ത് എക്സസൈസിനൊക്കെ അമ്മച്ചിയെ കൊണ്ടുകൊണ്ട് വരും. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് ആ ഒരു ടൈം ഏകദേശം ഒരു 7:30 ആയി കാണും. ആ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഫസ്റ്റ് ഒരു കോഫിയൊക്കെ എടുത്തു. എന്നിട്ട് ഇവിടുത്തെ സോഫയിൽ പോയിരുന്ന് കുടിക്കും. പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച്. നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു പ്രകൃതി സ്നേഹിയാണെന്ന്. ഈ കാണുന്ന ഈ പുറത്തോട്ട് കാണുന്ന ഈ ഒരു കാഴ്ച മാത്രമാണ് നമുക്ക് ആകെ ഉള്ളൊരാശ്വാസം. ഞാൻ രാവിലെ കോഫി കുടിക്കാൻ ഇവിടെ വരാറുണ്ട്, എന്നാൽ ബാൽക്കണിയിലേക്ക് ഇറങ്ങി പോകാറില്ല. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. 6 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. അതിന് ശേഷം ഇവിടെ വന്നപ്പോൾ അമ്മച്ചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ കാണുന്നത്. ശബാത്തിന് ഇവിടെ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കണ്ട. അമ്മച്ചിയും അപ്പച്ചനും കൂടി മകളുടെ വീട്ടിലേക്ക് പോകും. അവിടെ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി അവരിങ്ങനെ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഞാനും കൂടെ പോകണം. പക്ഷേ അമ്മച്ചിക്കൊരാഗ്രഹം, ഇന്ന് ഒരു ഫിഷ് വെക്കാമെന്ന്. അമ്മച്ചി തന്നെ വെക്കും. നമ്മൾ കൂടെ പോയി നിന്നാൽ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ എന്തെങ്കിലും എടുത്തൊക്കെ കൊടുക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കൂടെ നിന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. അതിനു വേണ്ടി മാത്രം. അന്നേരം പുള്ളിക്കാരി ഇന്നലെ തന്നെ ഫ്രീസറിൽ നിന്ന് മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന്ന് കുക്ക് ചെയ്യും. നമുക്കതൊക്കെ കാണാം. ഇതാണ് അമ്മച്ചി കറി വെക്കാൻ വെച്ചിരിക്കുന്ന ഫിഷ്. ഞാൻ ഈ കോഫി കുടിയിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഫോൺ യൂസ് ചെയ്യാത്തത്. ആ സമയത്താണ് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ, ഇങ്ങനെ നാട്ടിലെയും വീട്ടിലെയൊക്കെ ചിന്തകളൊക്കെ വരുന്നത്. അല്ലാത്ത ടൈം ഫുള്ള് ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 ബ്രെഡും 2 മുട്ടയും. എൻ്റെ ദേശീയ ഭക്ഷണമാണ് മുട്ട കേട്ടോ. ഇതില്ലാതെ ഒരു പരിപാടിയില്ല. ഇതിവിടുത്തെ ഒരു മെയിൻ ഡിഷാണ്. ഇതെന്താണെന്ന് ഈ പിടി കിട്ടിയിട്ടില്ല എനിക്ക്. ഇവിടെ അമ്മച്ചി എല്ലാ ശബത്തും അല്ല, 2 ആഴ്ചയൊക്കെ കൂടിയിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ കൊള്ളായിരുന്നു അതിൻ്റെ പേരെന്താന്ന്. അമ്മച്ചി എന്തോ ഒരു പേര് പറയുന്നേക്കാം. ഞാൻ മനസ്സിലാക്കിയ കാര്യം, സ്വന്തമായിട്ട് ആ കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും നോക്കാതെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് പുള്ളിക്കാരിക്ക് താല്പര്യം. ഈ വീട് കാണാപ്പാടമാണ്. ഇവിടെ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലം മാറിപ്പോയാൽ പോലും പുള്ളിക്കാരിക്ക് അത് അറിയാം. അത്രയ്ക്ക് എനിക്ക് തന്നെ അങ്ങ് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. പക്ഷേ ഈ വീട്ടിൽ മാത്രമേ അത് പുള്ളിക്കാരിക്ക് കറക്റ്റായിട്ട് അറിയൂ. മകളുടെയൊക്കെ വീട്ടിൽ പോയി കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് നടക്കാൻ പോലും പേടിയാണ്. അവിടെ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് പുള്ളിക്കാരിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഈ വീട്ടിൽ അങ്ങനല്ല കേട്ടോ.
ഈ വീട് പുള്ളിക്കാരിക്ക് കാണേണ്ട ആവശ്യമില്ല, കാണാപ്പാടം. ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സംഭവം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതാണ്. എന്നിട്ടിത് അതിന് മുകളിൽ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഫുള്ളിങ്ങനെ പുരട്ടി കൊടുക്കും. അതിന് മുകളിൽ ഇങ്ങനെ എന്താ സംഭവം അറിയില്ല, ഇതെല്ലാം വിതറിയിടും. അതിനുശേഷം കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അമ്മച്ചിയുടെ അടുത്ത ഡിഷാണ് ഫിഷ് ഫ്രൈ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരുപാടൊന്നുമില്ല, കുറച്ച് മുളക് പൊടി മാത്രം വിതറും. ഇത് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മകളുടെ വീടാണ്. ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി. എന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പച്ചനും അവിടെയുള്ള ആണുങ്ങളെല്ലാവരും സിനഗോഗിൽ പോയിരിക്കുകയാണ്. അവർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. അതിനുശേഷം എല്ലാവരും കൂടി വിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കും. പിന്നെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ട്. അപ്പച്ചനും അമ്മച്ചിയും കുറച്ച് കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അവർ തമ്മിലുള്ള എന്തൊക്കെ തോറയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഗെയിമൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇങ്ങനെയാണ് എൻ്റെ ഒരു ശബാത്ത് ഡേ പോകുന്നത്. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം. വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോ. ബൈ.